മെയ് 24, 25, 26 തീയതികളിലായി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും KSEB ചാലക്കുടി ഡിവിഷൻ പരിധിയിലുണ്ടായത് ഭീമമായ നഷ്ടങ്ങൾ. വൈദ്യുതി വിതരണം ഭാഗികമായി മാത്രമേ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പ്രകൃതിക്ഷോഭത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് KSEB ലിമിറ്റഡുമായി സഹകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. 13 സെക്ഷൻ ഓഫീസുകളിലായി നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞും വൈദ്യുതി കമ്പികൾ പൊട്ടിയും 11 kV ഫീഡറുകളിൽ മരക്കൊമ്പുകൾ വീണ് ഫീഡർ ഫാൾട്ടി മൂലവും വലിയ തോതിൽ വൈദ്യുതി തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഡിവിഷൻ പരിധിയിലെ 13 ഓഫീസുകളിലായി 60 എണ്ണം 11 kV പോസ്റ്റുകളും 351 LT പോസ്റ്റുകളും ഒടിഞ്ഞിരുന്നു. 869 സ്ഥലങ്ങളിൽ കമ്പികൾ പൊട്ടുകയും 1553 ട്രാൻസ്ഫോർമറുകളിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്തു. മുഴുവൻ ജീവനക്കാരും കരാർ തൊഴിലാളികളും രാത്രിയും പകലുമായി തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യഘട്ടത്തിൽ വലിയ തകരാറുകൾ പരിഹരിച്ച് പരമാവധി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 13 സെക്ഷൻ ഓഫീസിലും കനത്ത മഴയിലും ജീവനക്കാരും കരാർ തൊഴിലാളികളും രാത്രിയും പകലുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി വിതരണം ഭാഗികമായി മാത്രമേ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് KSEB ലിമിറ്റഡുമായി സഹകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.